Hello everyone, welcome to the Furiously Curious Kids channel. I am Preeti and I welcome you once again to another module of English speaking and learning. Now, why is this module important? ഈ മോഡ്യൂള് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറയും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്കൊക്കെ ലാംഗ്വേജ് നല്ലപോലെ അറിയാം, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാം. പക്ഷെങ്കിൽ എവിടെയോ നമുക്കൊരു കോംപ്ലക്സ് ഉണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറയുമ്പോൾ. നമുക്ക് പലരും എന്നോട് a lot of parents have told me, മാം ഞങ്ങൾക്ക് we know English, we have learned in English, പക്ഷെങ്കിൽ ഇംഗ്ലീഷ് അങ്ങോട്ട് പറയാൻ ഒരു ധൈര്യം പോരാ. അതെന്തുകൊണ്ടാണ്? നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. ഫോറിനേഴ്സ് വന്നിട്ട് നമ്മുടെ ഭാഷ പഠിച്ചിട്ട് അത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ പറയുന്ന മലയാളം പോലെ അത് വരാറില്ല, അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മൾ, ഇംഗ്ലീഷ് ഈസ് എ ഫോറിൻ ലാംഗ്വേജ്, നമ്മുടെ നേറ്റീവ് ടങ് അല്ല. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് എടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കറക്റ്റ് ആണോ പറയുന്നത്? അവരുടെ ഇപ്പം ആപ്പിൾ എന്നുള്ളത് നമ്മൾ ആപ്പിൾ എന്ന് നമ്മൾ പറയും. ബിക്കോസ് നമ്മളുടെ നാക്ക് മലയാളം പറഞ്ഞ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ വഴങ്ങിയിരിക്കുന്നത്. അപ്പം ഈ ഫോറിൻ ലാംഗ്വേജസ് ഇപ്പം ഐ ഹാവ് ലേൺഡ് ഫ്രഞ്ച്, പക്ഷെ എനിക്ക് ഫ്രഞ്ച് പറയാൻ എനിക്ക് പറ്റത്തേ ഇല്ല. കാര്യം ഞാൻ അത്രയ്ക്ക് എഫേർട്ട് ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ പലപ്പോഴും വെളിയിലൊക്കെ പോയി ജോലി നോക്കാൻ പോകുമ്പോൾ IELTS നമ്മൾ പോയി സ്ട്രഗിൾ ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ലാംഗ്വേജിൽ നാക്ക് വഴങ്ങേണ്ട പോലെ ആക്കിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ പ്രായമായി കഴിഞ്ഞിട്ടാണ് ഇത് ശ്രമിക്കാറുള്ളത്. നമുക്ക് നമ്മുടെ പിള്ളേരോട് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സഹായം എന്താന്ന് ചോദിച്ചാൽ, ഫോറിൻ ലാംഗ്വേജസ്, നമ്മുടെ ലാംഗ്വേജും അതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ലാംഗ്വേജസും. എത്ര ലാംഗ്വേജ് അറിയാമോ അത്രയും നല്ലതാണ്. അല്ലാതെ എത്ര ഡിഗ്രി ഉണ്ടെന്നുള്ള പോലെ തന്നെ ഇനിയുള്ള കാലത്ത് എത്ര ലാംഗ്വേജസ് എക്സ്ട്രാ നമുക്ക് അറിയാവുന്നുള്ളത് ഭയങ്കര ഒരു ആഡ് ഓൺ ആണ് നാളെ നമുക്കൊരു ജോലിക്കൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ ഇംഗ്ലീഷ് പക്ഷെ ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ ഒക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് വി ക്യാൻ ഹാവ്. സോ നമുക്ക് നമ്മുടെ മക്കളോട് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് ബീയിങ് ഏബിൾ ടു ടോക്ക് ഇംഗ്ലീഷ് ബ്യൂട്ടിഫുള്ളി വെൽ. എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇംഗ്ലീഷ് വാക്കുകളുടെ ഉച്ചാരണം കറക്റ്റായിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റണം. എന്നാൽ നാളെ പിള്ളേർക്ക് നമുക്കുണ്ടാകുന്ന ഇംഗ്ലീഷ് സംസാരിക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പിള്ളേർക്ക് ഉണ്ടാവാതിരിക്കും. എന്തിനാണ് നമ്മൾ ഓരോ വാക്കും പറഞ്ഞു പറഞ്ഞ് വൈ ഡു വി നീഡ് ടു ട്രെയിൻ ദം എന്നിപ്പം നിങ്ങൾ ചോദിക്കും. അത് സ്കൂളിൽ അവർ കേൾക്കണുണ്ടല്ലോ. പക്ഷെങ്കിൽ ആ കേട്ടു അത് വിട്ടു, പിള്ളേർ അത് പറഞ്ഞു നോക്കാൻ അവർ ശ്രമിക്കാറില്ല. നമ്മൾ അവരെ ശ്രമിപ്പിക്കാറുമില്ല. കാര്യം ഇംഗ്ലീഷ് പറഞ്ഞ് കേട്ടിട്ട് ഒരു പരീക്ഷയൊന്നും ഇല്ലല്ലോ, എഴുതിയല്ലേ മാർക്ക് മേടിക്കുക. അപ്പം നമ്മളും അതിന് വലിയൊരു സ്ട്രെയിൻ നമ്മൾ എടുക്കാറില്ല. അതുകൊണ്ടാണ് കൊച്ചിലെ മുതൽ നമ്മൾ ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജ് അവർ പഠിക്കുമ്പോൾ ആ ലാംഗ്വേജിന്റെ വാക്കുകൾ എങ്ങനെ പറയണം, അത് പറഞ്ഞ് 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 നമ്മുടെ നാക്കിനൊരു വഴക്കം ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ബിക്കോസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒത്തിരി പേര് എന്നോട് ഈ ഒരു കാര്യത്തിന് ആവശ്യപ്പെട്ടു. മാം എങ്ങനെയാണ് പറയുന്നത്, ഹൗ ഡു യു പ്രൊനൗൺസ് ദ വേർഡ്സ്, അതിനൊരു മോഡ്യൂൾ ഇടാമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഈ മോഡ്യൂൾ ഇടുന്നത്. ഐ റിയലി ഹോപ്പ് ദിസ് മോഡ്യൂൾ ഹെൽപ്സ് യു. ഏതായാലും സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ദിവസം ഒരു 10-15 അല്ലെങ്കിൽ ഒരു 10-20 കാർഡ്സ് ഞാൻ ജസ്റ്റ് സിമ്പിൾ കാർഡ്സ് ജസ്റ്റ് വായിച്ച് നമുക്കത് വായിച്ച് പോകാം. ഗെറ്റ് യുവർ ചിൽഡ്രൻ, നമ്മളാണേലും നമ്മുടെ മക്കൾക്കാണേലും ഇത് കാണിച്ചിട്ട് ഞാൻ പറയുന്നതിന്റെ റിപ്പീറ്റ് ചെയ്ത്, ഞാൻ പറയുന്നത് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. ഐ എം നോട്ട് സേയിങ് ദാറ്റ് ഐ എം സേയിങ് ദ പെർഫെക്റ്റ് വേ ആയിരിക്കത്തില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. അപ്പം നിങ്ങളുടെ മക്കളെ കൊണ്ട് അത് കണ്ടും കേട്ട് ഓരോ സൗണ്ട് എങ്ങനെയാണെന്ന് അവരുടെ മനസ്സിൽ അത് അറിയാതെ ആവണം. അതാണ് ഈ മോഡ്യൂൾസിന്റെ ഉദ്ദേശം. സോ വെൽക്കം once again to our English pronunciation modules. Okay, hope this helps you. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം. കാര്യം നിങ്ങൾ പറയുന്നത് അനുസരിച്ച് I can alter my modules. Okay, so here we go. Let us start with the English speaking module. Simple words ആണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ കുട്ടി റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. Okay, shall we start? We are going to do words with a sound. എയുടെ ഉച്ചാരണം, ഇംഗ്ലീഷിന്റെ സൗണ്ട് ഓഫ് ദ ലെറ്റർ എ is a. This is one of the most difficult sounds for us to make. നമ്മൾ മലയാളികൾക്ക്
ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ കറക്റ്റ് ആയിട്ട് എന്ന് പറയാൻ. നമുക്ക് എന്നാ പോകുന്നത്. അപ്പം okay, let's see the words. This is apple, 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 apple. Now say after me. Ende pinnale you say after me. Apple, apple. Ant, ant, ant. Axe, axe, axe. Arrow, arrow, arrow. Arrow alla, arrow, arrow. Okay? Alligator, 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 alligator. Apple tree, apple tree, apple tree. Astronaut, astronaut, astronaut. So these are some words with a sound. A short sound, a. Now shall we look at some sounds with B? B യുടെ sound നമുക്കറിയാം. B, B, B. Book, book, book. കണ്ടോ? Bat, bat, bat. Bed, bed, bed. Bun, bun, bun. This is a box, box, box. Bicycle, bicycle, bicycle. Banana, banana, banana. Ball, ball, ball. എപ്പോഴും ഓർക്കുക, നമ്മൾ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ വായ എങ്ങനെ പോകുന്നു, വായുടെ ഷേപ്പ്, നമ്മുടെ ലിപ്സ് എടുക്കുന്ന ഷേപ്പിലൂടെയാണ് നമ്മുടെ വോക്കൽ കോർഡ്സ് എടുക്കുന്ന ആ കാറ്റ്, ആ വിൻഡ് പുറത്തോട്ട് വരുന്നത്. ദാറ്റ് കോസസ് ദ സൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും നമ്മുടെ ലിപ്സ് എങ്ങനെ ആവണം, നമ്മുടെ പല്ല് എങ്ങനെ ആവണം, അതിനൂടെ അങ്ങനെയാവും നമ്മൾ ആ വേർഡ് പറയുമ്പോൾ നമ്മുടെ പുറത്തോട്ട് വരുന്ന സൗണ്ട് വരുന്നത്. സോ ലിസൺ കെയർഫുള്ളി. കുറച്ച് പ്രാക്ടീസ് വേണ്ടി വരും. ബിക്കോസ് കൊച്ചിലെ മുതൽ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾക്കത് അതിലൊന്നും എക്സ്പേർട്ട് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. പക്ഷേ വി ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, പിള്ളേരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക. കാര്യം പിള്ളേർക്ക് വലുതായി കഴിഞ്ഞിട്ട് പുറകോട്ട് പോയിട്ട് നന്നായിട്ട് വായിക്കാനും പറയാനും പഠിക്കുന്നതിലും എളുപ്പം പഠിച്ചു വരുമ്പോഴേ കറക്റ്റായിട്ട് പറയാൻ. അപ്പൊ എല്ലാ ദിവസവും ഒരു 5-10 മിനിറ്റ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളതിന് നിങ്ങൾ ടൈം മാറ്റി വെക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നാളെ ഒരു പോയിട്രിയോ ഒരു സ്റ്റോറി ടെല്ലിങ്ങോ ഒരു റെസിറ്റേഷനോ ഒക്കെ കോമ്പറ്റീഷനോ ഒരു ഡിബേറ്റ് എന്തിന് നാളെ പിള്ളേർ പോയാലും ഒരു സെമിനാർ, ദ വേ യു ടോക്ക്, നമ്മൾ എങ്ങനെ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ ഒത്തിരി കാര്യം ഉണ്ടാവും. Now, C words. What is the sound of C? K, 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 k. So first word. ഇതെന്താണ്? ഇതൊരു കൊക്കാണ്. ഇതിന് ഇംഗ്ലീഷിൽ എന്നാ പറയുന്നേ? Crane. CR വരുമ്പോ kr. Crane. This is a crane. ഒരു കോമാളി. Clown, clown,
clown, clown. A cow, 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 ow, OW എപ്പോഴും ow, cow എന്ന് പറയുന്നതിലും cow, cow, cow. This is a car, car, car. A crow, crow, crow. OWO, കേട്ടോ, crow. A cap, cap, cap. Carrot, 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 carrot. കണ്ടോ, നമ്മൾ ആ വരുമ്പം എ വരുമ്പം carrot, carrot. Camera, camera, camera. A caterpillar, caterpillar, caterpillar. Candle, candle, candle. Camel, camel, camel. Clock, 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 clock. Cat, 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 cat. A cake, cake. നമ്മൾ കേക്ക്, കേക്ക് എന്നൊക്കെ പറയും, പക്ഷെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയുന്നത് കേക്ക്, കേക്ക്, കേക്ക്. Okay, so these are the words you need to say correctly to speak beautifully in English. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. Next class I will come with DEF words. Now I want you to go back, sit down with your child. We can also learn, and once we get the pronunciations right, sit down with your child and get the child to watch the video and to speak the words himself. Okay, do this because പിള്ളേർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സഹായമാണിത്. ലേൺ ഹൗ ടു സ്പീക്ക് പ്രോപ്പർലി. അത് നന്നായിട്ട് പറയാൻ പഠിച്ചില്ലെങ്കിൽ നാളെ പിള്ളേർക്ക് ബുദ്ധിമുട്ട് വരും. പിന്നെ അവർ കോൺഷ്യസ് ആകും, കോംപ്ലെക്സ് ആകും. പിന്നെ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിലും ഒക്കെ പോകേണ്ടി വരും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൊച്ചിലെ അവർ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് പഠിപ്പിച്ചാൽ മതിയാവും കേട്ടോ. സോ ബൈ, ഹാവ് എ ഗുഡ് ടൈം. ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ലേണിംഗ്. എന്ത് കമൻസ് ഉണ്ടെങ്കിലും യു ക്യാൻ റൈറ്റ് ടു മീ ഇൻ ദ കമൻസ് ബോക്സ്. Let us engage. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് we will learn. Okay, bye. And if you haven't subscribed, please subscribe and do comment. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയേ.